ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ദൈവമേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ദൈവമേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇന്ന് ഈ ജീവനുള്ളവരുടെ ദേശത്ത് ഈ ജീവൻ്റെ വചനം ശ്രവിപ്പാനായി ഇടവന്നതിനായി ഞാൻ ദൈവത്തെ മുന്നമേ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അറിവിൻ്റെ ഒരു കാലമാണ്. അറിവിൻ്റെ ഒരു വിപ്ലവമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. വിരൽത്തുമ്പിലാണ് അറിവ്. എന്ത് കാര്യത്തെക്കുറിച്ചുള്ള അറിവ് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്നു. പ്രായഭേദമന്യേ ഡിഗ്രികളോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിനെല്ലാം അപ്പുറത്തായി എല്ലാത്തരം അറിവുകളും എല്ലാവരുടെ കയ്യിലും കിട്ടുന്നു. പലരും അറിവുള്ളവരായി മാറിയിരിക്കുന്നു. ഇത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലമുണ്ടായിരുന്നു, ഒരു ഇൻഫർമേഷൻ്റെ കാലമുണ്ടായിരുന്നു. എന്നാൽ അതിനെ മറികടന്ന് ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, ഒരു കൃത്രിമ ബുദ്ധിയുടെ, ഒരു നിർമ്മിത ബുദ്ധിയുടെ കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. ഒരു ആർട്ടിഫിഷ്യാലിറ്റിയിലൂടെ നാം കടന്നു പോകുന്നു. ഒരു വ്യാജത്തിലൂടെ നാം കടന്നു പോകുന്നു. ഒരു ഫേക്കായിട്ടുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നു. ഫേക്കായിട്ടുള്ള അറിവുകളിലൂടെ, അറിവിൻ്റെ ലോകത്തിലൂടെ നാം കടന്നു പോകുന്നു. കുറച്ചും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡീപ് ഫേക്കിലേക്ക് ചില ആൾക്കാരെല്ലാം കടന്നു പോകുന്നു. സത്യം എന്താണെന്ന് തിരിച്ചറിയാനാവാത്ത, ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലത്ത് നാം ജീവിക്കുന്നു. ഇന്ന് കുട്ടികൾക്ക് അധ്യാപകരോട് വേണ്ടത്ര ബഹുമാനമില്ല. കാരണം അവരുടെ കയ്യിൽ അധ്യാപകരെക്കാട്ടിലും കൂടുതൽ അറിവുണ്ടെന്നുള്ള ഭാവം അവരെ നയിക്കുന്നു. ഒരു നൊടിയിടയ്ക്കുള്ളിൽ അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അവിടെ എന്ത് വിവരങ്ങളെല്ലാം കിട്ടുമല്ലോ, അറിവെല്ലാം കിട്ടുമല്ലോ, പിന്നെ എന്തിന്? അമ്മയപ്പന്മാരോട് ബഹുമാനമില്ലാത്ത ഒരു തലമുറ ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്നുണ്ട്. കാരണം അമ്മയപ്പന്മാർക്ക് അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് കുട്ടികളെ അറിയുന്നു, വിശദാംശങ്ങളിൽ അറിയുന്നു. അവരുടെ സങ്കേതങ്ങൾ ഏതറിവും തരാൻ പറ്റുന്ന വിധത്തിൽ പര്യാപ്തമാണ്. പല കാലങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പണ്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നു. കാലാവസ്ഥയെക്കുറിച്ച് വലിയ വലിയ വ്യാഖ്യാനങ്ങൾ നേരത്തെ തന്നെ തരുന്നു. അണുവിടെ തെറ്റാറില്ല.
സാറ്റലൈറ്റുകളുണ്ട്, കമ്പ്യൂട്ടറുകളുണ്ട്, വിദഗ്ധരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്. അവരുടെ പ്രവചനം ചിലപ്പോൾ അണുവിട തെറ്റാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. എന്നാലും ഇതുപോലെയെല്ലാം അറിവെല്ലാം നിൽക്കുന്ന ഒരു കാലത്തും കർത്താവായ യേശു ക്രിസ്തു ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 56-ഉം 57-ഉം വാക്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതുപോലെ കുറേയധികം അറിവുള്ളവർ ചുറ്റും നിന്നപ്പോൾ, ആ കാലത്തെ കാലാവസ്ഥയെ വിവേചിക്കാൻ അറിയാവുന്നവർ ചുറ്റും നിന്നപ്പോൾ അദ്ദേഹം അവരോട് ഈ ചോദ്യം ചോദിച്ചു. 56-ഉം 57-ഉം. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? കപടഭക്തിക്കാരെ എന്ന് വിളിക്കുകയാണ്. അവിടെ ചുറ്റും നിരുന്ന പുരുഷാരത്തെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കപടഭക്തിക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവത്തെ വിവേചിപ്പാൻ നന്നായിട്ട് അറിയാം. പടിഞ്ഞാറ് നിന്ന് മേഘങ്ങൾ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് നിങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്ക് നിന്ന് കാറ്റടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു അത് ഉഷ്ണക്കാറ്റാണ്, അത് ഉഷ്ണക്കാറ്റ് തന്നെയാണ്. അതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്തത് എങ്ങനെ? അല്പം വിസ്മയത്തോടു കൂടി ഈ കർത്താവ് ചോദിക്കുകയാണ്, ഈ കാലത്തെ, ഈ ഒരു പ്രസൻറ്റ് ടൈമിനെ, ഇന്നെന്ന പോലൊരു ദിവസത്തെ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ നിങ്ങൾ വായിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? കാലത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന പുരുഷനെ നിങ്ങൾ അറിയാത്തത് എന്തുകൊണ്ട്? ഒരു രക്ഷകൻ അവതരിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നുണ്ടെങ്കിലും കാണാത്തതുപോലെ നിൽക്കുന്നത് എന്ത്? അനേകം ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. കണ്ണുണ്ടെങ്കിലും കാണാത്തവർ, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്തവർ, പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും എല്ലാത്തരം ഭക്തിയുടെ മാർഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും യേശുവിനെ അറിയാത്തവർ, യേശുവിൻ്റെ വചനങ്ങൾക്ക് കാതു കൊടുക്കാത്തവർ, എല്ലാത്തരം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം കൃത്യമായി പോകുന്നവർ, എന്നാൽ യേശുവിൻ്റെ വചനത്തിന് തരിമ്പും വില കൊടുക്കാത്തവർ, വലിയ പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും എല്ലാം കൃത്യമായി പോകുന്നവർ, പല ധ്യാന കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവർ, പല വചന കൂട്ടായ്മകളിൽ നിൽക്കുന്നവർ, പക്ഷേ യേശുവിൻ്റെ വചനത്തിന് വില കൊടുക്കാത്തവർ, അവരെ നോക്കി കർത്താവ് ഇന്നും ചോദിക്കുന്ന ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. എന്താണ് നിങ്ങൾ ഇത്രയധികം റെഫ്യൂസ് ചെയ്യുന്നത്? ഈ കാലത്തിൻ്റെ ഈ ചുവരെഴുത്തുകൾ, ഈ സൂചനകൾ, ഈ സൈനേജസ്, ഈ പോകുന്ന പോക്ക് ശരിയല്ല. ഇത്ര ഫാസ്റ്റായിട്ട് ഈ ഓടിച്ചു പോകുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഗോ സ്ലോ. ഒരു സൈനേജ് അവിടെ കണ്ടു, പക്ഷേ നമ്മൾ നിർത്തുന്നില്ല. സ്റ്റോപ്പ്. അത് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഈ പോക്കൊരു ഡെഡ് എൻഡിലേക്കാണ്. ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില പാളങ്ങൾ ഇങ്ങനെ വന്നിട്ട് ചില സൈനേജസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അബ്രപ്റ്റായിട്ട് നിൽക്കുന്ന സാഹചര്യം കാണാം. അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ട്രെയിൻ ഓടിക്കുന്ന ട്രെയിനിൻ്റെ ഡ്രൈവർ ഓടിച്ചു വരുവാണെങ്കിൽ എന്തായിരിക്കും ഫലം? പ്രിയമുള്ളവരെ, വലിയൊരു ദുരന്തമായിരിക്കും. ഒരു ക്രിസ്ത്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഈ സൈനേജസ് അത് കണ്ടിട്ടും റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കാതെ, വരാൻ പോകുന്ന ദുരന്തം മനസ്സിലാക്കാതെ ഒരു ക്രിസ്ത്യൻ്റെ ജീവിതം നശിച്ചു പോയാൽ ആരാണ് ഇതിന് ഉത്തരവാദി? ഇതൊരു നല്ല കാലമാണ്. ഇത് നമ്മൾ ഈ സൈനേജസ് ശ്രദ്ധിച്ച് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ധാരാളം സൈനേജസ് ഉള്ള ധാരാളം വിവരങ്ങൾ നമ്മുടെ ജീവിതത്തിന്, ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിരത്തി വച്ചിരിക്കുന്ന ഒരു റോഡിലൂടെ നമ്മൾ ഈ വചനത്തിൻ്റെ മുമ്പിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതൊരു നല്ല കാലമാണ്. 2 കൊരിന്ത്യർ 6:2. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. ഇതൊരു പ്രസാദകാലമാണ്. ഇതൊരു ഫേവറബിൾ ടൈമാണ്. മോസ്റ്റ് ഫേവറബിൾ ടൈം. ഈ സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ വളരെയധികം ഒരു നഷ്ടമുണ്ട്. അതാണ് വിശുദ്ധനായ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഇതൊരു രക്ഷാകാലമാണ്. ഈ രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഈ രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. നീ നശിക്കാൻ പോകുന്ന ഈ വീണ് നശിക്കാൻ പോകുന്ന ഈ കുഴിയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് രക്ഷകനായ ഒരേ ഒരുവൻ നിൽക്കുന്നു. തുടർന്ന് നമ്മൾ കേൾക്കുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു ഈ സുപ്രസാദകാലം, ഇന്നാകുന്നു ഈ രക്ഷാ ദിവസം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സ് തിരിയാം. ഇന്ന് നമ്മൾ മനസ്സ് തിരിയണം. യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മൾ മനസ്സ് തിരിഞ്ഞ് നമ്മൾ വീണ് കിടക്കുന്ന കുഴികളിൽ നിന്ന്
വീണ് കിടക്കുന്ന പാപങ്ങളിൽ നിന്ന്, ഊറി ഊറി വരുന്ന രസങ്ങളിൽ കിടന്ന് രസിച്ച് മതിച്ച് പൊളച്ച് കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ദീനത്തിൽ നിന്ന്, ആ പാപരോഗത്തിൽ നിന്ന്, ആ അസ്വസ്ഥതയിൽ നിന്ന്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇന്ന് നീ എഴുന്നേറ്റില്ലെങ്കിൽ, ഈ രക്ഷാ ദിവസം നീ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെയാണ് എപ്പോഴാണ് എഴുന്നേക്കാൻ സാധിക്കുക? കർത്താവ് നമ്മളെ മാടി വിളിക്കുന്നു, മോനെ നീ എഴുന്നേക്ക്, നീ അകപ്പെട്ട് കിടക്കുന്ന കുഴിയിൽ നിന്ന് നീ എഴുന്നേൽക്ക്, ഇവിടെ നിന്ന് എഴുന്നേക്ക്, നീ എൻ്റെ കരം പിടിക്കൂ, നിന്നെ ഞാൻ ഒരു രക്ഷാ സങ്കേതത്തിലേക്ക് എത്തിക്കാം എന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ, രക്ഷകനായ ഒരുവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു ആ സുപ്രസാദ കാലം. ദൈവത്തിന് സ്തോത്രം. ഈ മയിൽക്കുറ്റികൾ, ഈ സൈനേജസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വലിയൊരു വാണിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. വലിയൊരു വാണിങ് പറയുന്നുണ്ട്. തുടർന്നുള്ള ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും ഒരുപോലെ നശിച്ച് അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ പ്രിയരെ? ഒന്ന് മനസ്സ് തിരിയണ്ടേ? ഞാൻ ഈ ചെയ്ത തെറ്റ് തന്നെ കുമ്പസാരിച്ചു കുർബാന ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. പക്ഷേ ആ ചെയ്ത പാപത്തിൽ വീര്യം വർദ്ധിച്ചു വന്ന് ആ വീണ് കിടക്കുന്ന കുഴിയിൽ തന്നെ കിടക്കുകയാണ് എങ്കിൽ ഇന്നൊന്നും മനസ്സ് തിരിയണ്ടേ? ഇന്ന് തന്നെ കർത്താവിനോടൊരു വാക്ക് പറയണ്ടേ? കർത്താവേ, ഞാൻ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക, ഇന്ന് മുതൽ ഞാൻ പാപം ചെയ്യില്ല, മനസ്സറിഞ്ഞൊരു പാപം ചെയ്യില്ല, നീ എന്നെ സഹായിക്കണമേ, എൻ്റെ വഴികളിൽ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഈ നിമിഷത്തിലിരുന്നാൽ, ഈ രക്ഷാ ദിവസത്തിലിരുന്നാൽ, കർത്താവായ യേശു ക്രിസ്തു കാരുണ്യ നിധിയാണ്. അവന് സർവ്വ പാപികളെ തേടിയാണ് അവൻ വന്നത്. നമ്മെപ്പോലുള്ള പാപികളെ തേടി അവൻ വന്നു. നമുക്കൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നൽകുവാനായിട്ട് അവൻ വന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ കരം പിടിക്കില്ലേ? 2 സംഭവങ്ങൾ ഈ അധ്യായത്തിൽ തന്നെ നമ്മളോട് പറയുകയാണ്, നമ്മളോട് വിശദീകരിക്കുകയാണ്. ചിലർ ആ സമയത്ത് തന്നെ 13-ന്റെ 1-2 വാക്യങ്ങളിൽ ഒരു സംഭവവും, തുടർന്ന് 4-5 വാക്യങ്ങളിൽ രണ്ടാമത്തെ സംഭവം പറയും. നമുക്ക് ആദ്യത്തെ സംഭവം ഒന്ന് വായിച്ചു കേൾക്കാം. 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് സ്തോത്രം. കുറച്ച് ഗലീലയിൽ താമസിക്കുന്ന ആൾക്കാർ യെരുശലേമിലേക്ക് വരികയാണ്. അവർ യാഗമർപ്പിക്കാനാണ് വരുന്നത്. ഒരു തീർത്ഥാടനത്തിന് വരുന്നത് പോലെയാണ് വരുന്നത്. വലിയൊരു പെരുന്നാളിന് വേണ്ടിയാണ് വരുന്നത്. അവർ വന്നു, യാഗമർപ്പിക്കാനായിട്ട് ഒരുക്കത്തോടുകൂടിയായിരിക്കും അവർ വന്നത്. പക്ഷേ വന്നപ്പോൾ പീലാത്തോസിൻ്റെ കണ്ണിലാണ് പെട്ടത്. പീലാത്തോസിൻ്റെ അനുയായികളുടെ അടുത്താണ് ചെന്ന് പെട്ടത്. എന്താ സംഭവിച്ചത്? പീലാത്തോസിൻ്റെ നിർദ്ദേശപ്രകാരം അവർ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് മനസ്സിലായില്ല ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആർക്കും മനസ്സിലായില്ല. അവരുടെ ബന്ധുക്കൾക്ക് മനസ്സിലായി കാണില്ല, ആ നാട്ടിലുള്ളവർക്ക് മനസ്സിലായി കാണില്ല. ഇവരാണോ ഏറ്റവും വലിയ കുറ്റക്കാര്? കർത്താവും ആ ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ഈ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് യാഗം കഴിക്കാനായിട്ട് വന്ന ഈ കൊല്ലപ്പെട്ടവരായ ഇവർ ആ ഗലീലയിൽ താമസിക്കുന്ന ഏറ്റവും പാപികളായിട്ടുള്ള ആൾക്കാരാണോ എന്ന് കർത്താവ് തന്നെ ചോദിക്കുക. എന്നിട്ട് ഉത്തരം പറയുകയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെടുക, റിപ്പൻറ്റ്, അതാണ് കർത്താവ് പറയുന്ന വാക്ക്. നമുക്കുള്ള ചുവരെഴുത്തതാണ് റിപ്പൻറ്റ്. വീണ് കിടക്കുന്ന, തറ്റിക്കിടക്കുന്ന, എത്ര ചിരണ്ടിയാലും മാറാത്ത പോലെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന ആ കോപത്തിൻ്റെ, ആ മ്ലേച്ഛ വാക്കുകളുടെ, ആ പരിഹാസത്തിൻ്റെ വാക്കുകളുടെ, അല്ലെങ്കിൽ ആ പിറുപിറുപ്പിൻ്റെ വാക്കുകളുടെ, അന്യരെ എപ്പോഴും കുറ്റം വിധിക്കുന്ന വാക്കുകളുടെ, അന്യരെ ഇളിഫരാക്കുന്നവരുടെ വാക്കുകളെ, അങ്ങനെയൊക്കെ എല്ലാമുള്ള പാപങ്ങളിൽ തറ്റിക്കിടക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരോടും പറയാണ്, റിപ്പൻറ്റ്, പശ്ചാത്തപിക്കൂ, മാനസാന്തരപ്പെടൂ. ഈ ഒരു തെറ്റിൽ നിന്ന്, ഈ ഒരു കുറ്റങ്ങളിൽ നിന്ന്, ഈ കുറവുകളിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കൂ എന്ന് പറയാം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് അവർ മരിച്ചു പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് മരിച്ചുപോയി. നല്ലൊരു കാര്യം ചെയ്യാൻ തന്നെ വന്നപ്പോൾ മരിച്ചുപോയി. ഇന്നും അനേക സംഭവങ്ങൾ നടക്കാറുണ്ട്. ഒരു ബസ് അപകടം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നു. നനച്ചിരിക്കാത്ത സമയത്തിൽ പലരും മാറ്റപ്പെട്ടു പോകുന്നു, കൂട്ടത്തോടെ മാറ്റപ്പെട്ടു പോകുന്നു. അത് ആരുടെ കുറ്റം കൊണ്ടാണ്? രണ്ടാമത്തെ സംഭവം ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം. അല്ല, ശീലോഹോമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? ശീലോഹ ഗോപുരം, അതും ഒരു ഭക്തിയുടെ പശ്ചാത്തലമുള്ള ഒരു സ്ഥലമാണ്, ഒരു കുളമുള്ള സ്ഥലമാണ്.
ഒരു ദേവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുടത്തിൽ കുളിച്ച് ചിലരെല്ലാം ശുദ്ധീകരിച്ച് പോകാറുണ്ട്. ഇന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ പല ദേവാലയങ്ങളിലേക്കും കിടക്കണമെങ്കിൽ കാല് കഴുകിയിട്ട് വേണം കയറാനായിട്ട് പല സ്ഥലങ്ങളിലും. അല്ലെങ്കിൽ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ വെള്ളം അവിടെ വെച്ച് വെള്ളത്തെ ചവിട്ടി വേണം പലർക്കും അങ്ങോട്ട് കയറാനായിട്ട്. അതേപോലെ ഉണ്ടായിരുന്ന ഒരു ഭക്തിയുടെ പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു സീലോഹ ഗോപുരം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു അന്ധനായ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ട്, നീ സീലോഹ കുളത്തിൽ പോയി കഴുകും എന്ന്. അവൻ കഴുകി, അവൻ ശുദ്ധനായി തീർന്നു, അവൻ കണ്ണുകാഴ്ചയുള്ളവനായി തീർന്നു. പ്രശസ്തമായ ഒരു സ്ഥലം. അങ്ങോട്ട് കുറച്ച് ആൾക്കാർ വന്നു. അവിടെ യെരുശലേമിൽ തന്നെയുള്ള ആൾക്കാരാ, ഗലീലയിൽ നിന്നും വന്നവരല്ല, അവിടെ തന്നെയുള്ള ആൾക്കാരാ. അവരവിടെ ഈ ഗോപുരത്തിനടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗോപുരം ഇടിഞ്ഞു വീഴുകയാണ്. വലിയ നിലകളിലായിട്ട് വരുന്ന ഗോപുരം ഇടിഞ്ഞു വീഴുക. ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. 18 പേര് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഒരു ദുരന്തം ഉണ്ടായി, ഒരു നാച്ചുറൽ കലാമിറ്റി പോലെ ഒരു സംഗതി ഉണ്ടാകും. അത് ആരുടെ കുറ്റം കൊണ്ടാണ്? കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വീണ് മരിച്ചു. ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? യെരുശലേമിലുള്ള മൊത്തം ആൾക്കാരെക്കാട്ടിലും ഏറ്റവും പാപം ചെയ്തവർ അവരാണോ എന്ന് അവർക്ക് ചോദിക്കുക. നമുക്കും തോന്നും, ഞാൻ ഇത്രയൊക്കെ പള്ളിയിൽ പോയിട്ട് ഇത്രയൊക്കെ വിശ്വാസിയായിട്ട് എനിക്കിത് വന്നതെന്തുകൊണ്ടാണ്? ഞാൻ ഇന്നെല്ലാം കാര്യങ്ങൾ ഇത്ര കാലമായിട്ട് വചനം ശ്രവിക്കുന്നു, എനിക്കിതെന്താണ് വന്നത്? എൻ്റെ കുടുംബത്തിലേക്ക് എന്താ ഇത് വന്നത്? എനിക്ക് ഈ രോഗം വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടെ വരുന്നവരിൽ ഏറ്റവും പാപിയായ വ്യക്തി ഞാനാണോ? കർത്താവിനോട് പരിഭവം പറയുന്നവർ അനേകരുണ്ട്. എന്നാൽ നമുക്ക് ആ കർത്താവിനോടുള്ള പരിഭവത്തിൻ്റെ വാക്കിന്ന് നമുക്ക് തീർക്കാം. കർത്താവിനോട് പരിഭവം പറയാൻ നമുക്ക് അവകാശമില്ല പ്രിയരെ. കാരണം നമ്മുടെ തലയിൽ നിന്നൊരു തലമുടി താഴെ വീണാൽ അതറിയുന്നവനായ ഒരു യേശു ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ കഷ്ടത്തിലൂടെയും ഓരോരോ അനുഭവങ്ങളിലൂടെയും നമ്മളെ നയിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ നേടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേടാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ആ കരത്തിൻ്റെ, ആ ബലമുള്ള ഭുജത്തിൻ്റെ കീഴ്പ്പെട്ടിരിക്കുവാൻ എന്ത് സുഖമാണെന്നോ, മാനസാന്തര ജീവിതം എത്ര രസമാണെന്നോ, എത്ര സുഖമാണെന്നോ, എത്ര സമാധാനപൂർണ്ണമാണെന്നോ, ഒരു പീസ്ഫുള്ളാണെന്നോ. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് പറയുകയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വാക്കാണതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ നടന്നു. എനിക്ക് ആദ്യ കുർബാന നടന്ന ദിവസം, ആദ്യമായി യേശു ക്രിസ്തുവിനെ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിച്ച ദിവസം ഞാനിത് ഓർക്കുന്നുണ്ട്. എത്ര സന്തോഷമായിരുന്നു, ഹൃദയം തുടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ വെച്ച് ലൈനായിട്ട് നിന്ന് കുമ്പസാരിച്ച് അതുവരെ ഉണ്ടായിരുന്ന പാപങ്ങളെല്ലാം കഴുകി യേശുവിനെ സ്വീകരിച്ച ദിവസം. അല്ല 10ാം ക്ലാസ് ജയിച്ച ദിവസം, വലിയ ഡിഗ്രികൾ എടുത്ത ദിവസം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ദിവസം, ഒരു കുഞ്ഞുണ്ടായ ദിവസം. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട് എനിക്കൊരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന ദിവസമാണ്. ഒരു മനുഷ്യനായ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ദിവസം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ജീവിതം വട്ടം തിരിഞ്ഞ ദിവസമാണ്. എനിക്കത് ഓർക്കുമ്പോൾ സന്തോഷമാണ്. അതുവരെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരുന്ന, വളരെയധികം മാനസികമായ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരുന്ന, ഒരു കാര്യത്തിലും തൃപ്തിയില്ലാതിരുന്ന, അനേക കാര്യങ്ങളിൽ വിഷമിച്ചും ദുഃഖിച്ചും വലഞ്ഞു വരുന്നിരുന്ന ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു വചനം വിടുതൽ കൊടുക്കുന്ന ഒരു ദിവസം. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനം നിറച്ചു കൊടുക്കുന്ന ഒരു അനുഭവം, ഒരു യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് അറിയുന്ന ഒരു ദിവസം, അവൻ രണ്ടാമത് വരുമെന്നുള്ളൊരു വലിയൊരു പ്രത്യാശ കിട്ടിയിരിക്കുന്ന ദിവസം. മറക്കാനാവുമോ പ്രിയരെ? തുടർന്നങ്ങോട്ടുള്ള ജീവിതം, വർഷങ്ങളായിട്ടുള്ള ജീവിതത്തിൽ അവൻ സമാധാനവും എല്ലാം നിറച്ചു തരുന്നു, ആ സന്തോഷവും നിറച്ചു തരുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഭവനം, ഒരു കുഞ്ഞു സ്വർഗം പോലെയുള്ള ഒരു അവസ്ഥ നീ ഞങ്ങൾക്ക് തരുമാറാക്കി. അതെനിക്ക് മറക്കാനാവില്ല. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ആ മാനസാന്തരമാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഒരിക്കലൊരു മനുഷ്യൻ, ഒരു ധനികനായ ഒരു മനുഷ്യൻ, അയാൾക്ക് ധനം എത്രയും അങ്ങോട്ട് വാങ്ങിച്ചിട്ടും ഒരു തൃപ്തി വരുന്നില്ല. പലതരം പ്രോഗ്രാം ഇടുകയാണ്, ഇനിയും പിന്നെയും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്തുള്ള ലക്ഷങ്ങൾ കൊയ്യാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. പക്ഷേ പലതും സാധിക്കുന്നില്ല, പലതും പൊളിഞ്ഞു പോകുന്നു, പലതും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പോലെ ആകുന്നില്ല, ഒരു സന്തോഷവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഒരു യോഗിയുമായി കണ്ടുമുട്ടി. അത് നിൻ്റെ മുഖം എന്താ ബ്ലാനായിട്ടിരിക്കുന്നത്? ഇല്ല, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല, എൻ്റെ പല പദ്ധതികളും നടക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് സമ്പത്ത് നേടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ആ യോഗ്യയായ മനുഷ്യൻ അയാളോട് പറഞ്ഞു, സഹോദര, നീ എൻ്റെ കൂടെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നാളെ വരിക, നിന്നെ ഞാനൊരു കാഴ്ച കാണിപ്പിക്കാം എന്ന് പറഞ്ഞു. നിനക്കൊരു സമാധാനം തരാനുള്ള കാര്യം ഞാൻ നിനക്കൊന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പക്ഷെ നീ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ കാടിനടുത്തേക്ക് വരണം, ഞാനും അവിടെ വരാം എന്ന് പറഞ്ഞു. അവിടെ സമീപത്തുള്ള ഒരു കാടിനടുത്തേക്ക് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ഈ യോഗിയുടെ അടുത്ത് ചെന്നു. അല്പദൂരം അവർ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ യോഗി ഒരു ഗുഹ കാണിച്ചു കൊടുത്തു. ഒരു ഗുഹ തുറന്നിരിക്കുകയാണ്. ആ ഗുഹയിലൂടെ, സഹോദര, നീ ഈ ഗുഹയിലേക്ക് ചെല്ലുക. ഗുഹയിലൂടെ ചെന്ന് കഴിയുമ്പോൾ അനേകം രത്നങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെയുള്ള ഒരു അപൂർവ നിധികളുള്ള ഒരു ഗുഹയാണിത്. പക്ഷെ നീ ഒരു കാര്യം മാത്രം ചെയ്യണം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രത്നം എടുക്കുക. എന്നിട്ട് പക്ഷെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നീ മടങ്ങിയെത്തണം.
അങ്ങനെ ഒരു കണ്ടീഷനും വെച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. അദ്ദേഹത്തിന് സന്തോഷമായി. ഗുഹയ്ക്കുള്ളിലേക്ക് അദ്ദേഹം പോയി. ഗുഹയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, അങ്ങോട്ട് കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഇഷ്ടം പോലെ രത്നങ്ങളും സ്വർണ്ണങ്ങളും എല്ലാം കുന്നുപോലെ കൂടിയിട്ടിരിക്കുന്നു. ഏതെടുക്കണം എന്നുള്ള വലിയ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. ഒന്നിനെക്കാട്ടിലും വിലപ്പെട്ടത്, ഒന്നിനെക്കാട്ടിലും മനോഹരം, അങ്ങനെ തെരഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം സമയം തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മടങ്ങി വന്നപ്പോഴത്തേക്ക് ഗുഹയുടെ വാതിലടഞ്ഞു. അപ്പോൾ പുറത്തു നിന്ന് ആ യോഗ്യയായ മനുഷ്യൻ പറഞ്ഞു, ആ മനുഷ്യന് എന്താണ് യഥാർത്ഥ സമ്പത്ത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമയമാണ് എന്ന് ആ മനുഷ്യൻ ഗുഹയുടെ പുറത്തുനിന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥ സമ്പത്തും നമ്മുടെ കയ്യിലിരിക്കുന്ന സമയമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ജീവനുള്ളവരുടെ ദേശത്ത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന വിലപ്പെട്ട സമയമാണ്. ഇത് കൃപായുഗമാണ്. കർത്താവ് കൃപാസനത്തിലിരിക്കുന്ന സമയമാണ്. ഈ കൃപായുഗത്തിൽ കർത്താവിൻ്റെ സമീപത്തേക്ക് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന സമയമാണ്. നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന സമയമാണ്. ആ സമയം നാം തക്കത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പൗലോസ്ലീഹായിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്ടൻ കളിക്കുന്ന സമയമാണ്. ദുഷ്ടൻ ആരെയും കബളിപ്പിക്കുന്ന സമയമാണ്. ദുഷ്ടൻ ആരെയും കാപട്യത്തിൽ വീഴിക്കുന്ന സമയമാണ്. ഇത് ഡീഫേക്കിൻ്റെ സമയമാണ്. ഇത് ഡീഫേക്കിൻ്റെ കാലഘട്ടമാണ്. ഇത് സ്വന്തം സമയത്തെ വിവേചിച്ചറിയാൻ അനേകരുടെ കണ്ണ് കുരുടായിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. നമുക്ക് ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് കാര്യങ്ങൾ പലതും മനസ്സിലാക്കാൻ പറ്റും, പലതും കേൾക്കാൻ പറ്റും, പലതും അറിയാൻ പറ്റും, പല അറിവുകളുണ്ടാവും. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കിട്ടിയവരുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം, അനുദിനമുള്ള ശുദ്ധീകരണം. ഒരു സ്വർണം ഉലയിലിട്ട് ആ തിളങ്ങുന്ന കനലുകൾക്കിടയിൽ കിടന്ന് കത്തുമ്പോൾ അതിനകത്ത് കിടക്കുന്ന സർവ്വ കീടങ്ങളും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പറന്നു പോകുമ്പോൾ സ്വർണം തിളങ്ങുന്ന കാഴ്ചയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാത്തരം കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് കാണിക്കുന്ന, അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലം വരുമ്പോൾ നാം വിഷമിക്കുകയല്ല വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലം വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്തവൻ വെറുതെ പറഞ്ഞതാണോ അത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചെറിയ ഭാരങ്ങൾ നമുക്ക് തരുമ്പോൾ, നമ്മളത് വഹിക്കുമ്പോൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തുക. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. പറയുന്നുണ്ട്, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരലും. എത്ര വലിയൊരു അഷ്വറൻസാണ് നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയൊരു വാഗ്ദാനമാണ്. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. വിളിച്ചപേക്ഷിക്കുന്ന കോൾ മീ എന്നല്ല, ട്രസ്റ്റ് മീ അറ്റ് ടൈംസ് ഓഫ് യുവർ ട്രബിൾസ്. ട്രസ്റ്റ് മീ. ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട, കർത്താവുമായിട്ടുള്ള ഒരു നിരന്തരമായ ഒരു ബന്ധം, ഒരു ആത്മബന്ധം. ഈ മാനസാന്തരപ്പെട്ടവർക്ക് കർത്താവ് ദാനമായി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവൻ നമ്മൾ മുട്ടുമടക്കുമ്പോൾ നമ്മുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന നല്ലവനായ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. അവനുമായിട്ട് മിണ്ടാൻ അവനുമായിട്ട് നമുക്ക് പറയാം, അവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. കർത്താവ് ഞാൻ നിന്നെ വിടുവിക്കും എന്ന് പറഞ്ഞ് നീ ഏത് ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടാലും, ഏത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാലും കർത്താവിനോട് പരിചയമുള്ളവൻ, നേരത്തെ തന്നെ അവനോട് സ്നേഹിതനായവൻ, അവൻ നമ്മളെ വിളിക്കും സ്നേഹിത എന്ന് നമ്മളെ വിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഊരാക്കുടുക്കിൽ നിന്ന് വിളിക്കും. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും. ഐ വിൽ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഐ വിൽ റെസ്ക്യൂ. വേറെ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ ഈ അകപ്പെട്ടുപോയ കടക്കണിയിൽ നിന്ന്, അകപ്പെട്ടുപോയ രോഗാവസ്ഥയിൽ നിന്ന്, അകപ്പെട്ടുപോയ പ്രശ്നങ്ങളിൽ നിന്ന് വേറെ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിക്കാനാവില്ല. പക്ഷേ ഐ ക്യാൻ റെസ്ക്യൂ എന്ന് പറഞ്ഞേ. ഹീ വിൽ റെസ്ക്യൂ. ഡെഫിനറ്റ്ലി ഹീ വിൽ റെസ്ക്യൂ. ആൻഡ് നീ എന്താ ചെയ്തത്? നീ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തു എന്നൊരു വാക്ക് അവനെ മഹത്വപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തതല്ല.
പല പല മരണഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാട്ടുപോത്തിന് മുമ്പിലൂടെ ചെന്ന് പെട്ടുപോയത് ഓർക്കുന്നുണ്ട്. ഒരു കരടിയുടെ മുമ്പിൽ ചെന്ന് പെട്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, മരണപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ഇന്നെന്ന പോലൊരു ദിവസത്തിൽ കർത്താവിന് എൻ്റെ യേശു നല്ലവൻ, അവൻ വലിയവൻ, അവൻ വീണ്ടും വരുന്നവൻ, എൻ്റെ ഏതു പ്രശ്നങ്ങളിലും എന്നെ നയിക്കാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു എന്ന് അവന് മഹത്വം കൊടുക്കുവാൻ ഈ ദിവസം കർത്താവ് എന്നെ ഉപയോഗിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. ഈ കാലത്തെ വിവേചിക്കാൻ, ഈ കാലത്തിൻ്റെ കാര്യങ്ങളെ, ഈ കാലത്തിൻ്റെ സൈനേജസ് നമുക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ ഈ വചനത്തിലൂടെ നമുക്ക് തരുന്ന ഒരു കാര്യം, കപടഭക്തിക്കാരെ, ആ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരെ, അല്ലെ ഭക്തിക്ക് വേണ്ടി ഒരു പേരിനൊരു ഭക്തിയുമായിട്ട് ജീവിക്കുന്നവരെ, അങ്ങനെയൊക്കെ എല്ലാം കർത്താവ് വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന കപടഭക്തിക്കാരെ, ഭക്തിയുടെ കാപട്യം, ഒരു യഥാർത്ഥ ഭക്തൻ മരിക്കുന്നത് പോലെ, ഒരു ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിച്ച്, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിച്ച് അവൻ്റെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും തരും. ശരിക്കും പറഞ്ഞാൽ അവൻ അന്തരംഗത്തിലെ സത്യമാണ് ഇച്ഛിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സത്യമാണ് അവൻ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്നാണ് കർത്താവ് പറഞ്ഞത്. അന്തരംഗത്തിൽ ശരിക്കും ആ ഒരു ഓണസ്റ്റി ഫ്രം ദ ഹാർട്ട്, പുറമേയുള്ള സത്യമല്ല, അകമയുള്ള സത്യം, ആ ഹാർട്ടിലുള്ള സത്യം. കർത്താവെ, നുറുങ്ങിയ ഒരു ഹൃദയം എനിക്ക് തരണമേ. കർത്താവായ യേശു ക്രിസ്തുവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നീ എനിക്കൊരു മാനസാന്തര ജീവിതം തരണമേ. ഈ കാലത്തെ വിശകലനം ചെയ്ത് ജീവിപ്പാൻ, ഈ കാലത്തിൻ്റെ സൈനേജസ് നോക്കി, ഈ കാലത്തിൻ്റെ മുന്നറിയിപ്പുകൾ നോക്കി എനിക്ക് ജീവിക്കുവാൻ ഇടയാക്കണമേ. നല്ലൊരു മാനസാന്തര ജീവിതവും ഒരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ എനിക്ക് നടക്കാനുള്ള കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, മനോഹരമായ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, നിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് കർത്താവെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഉത്തേജനം നൽകുന്ന വാക്കുകൾ നീ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, ഇന്നു മുതൽ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായി ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെ നീ കണക്കിടരുതേ കർത്താവെ. ഇന്നുവരെ ചെയ്ത പാവങ്ങളെ നീ കഴുകിക്കൊള്ളണമേ കർത്താവെ. നിൻ്റെ രക്തം കൊണ്ട് ഇന്നും ഗുണകരമായി സംസാരിക്കുന്ന കർത്താവെ, ഏറ്റവും അമൂല്യമായ നിൻ്റെ ജീവൻ്റെ രക്തം കൊണ്ട് കർത്താവെ, നീ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം കൊണ്ട് കർത്താവെ, ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കഴുകണമേ. ഇന്നു മുതൽ കർത്താവെ, ഇന്ന് ഈ സുപ്രസാദ കാലത്ത് കർത്താവെ, ഈ രക്ഷാ ദിവസത്തിൽ ഒരു പുതിയ ഒരു സമർപ്പണം പറഞ്ഞുകൊണ്ട് കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, പാപമില്ലാതെ ജീവിക്കും, മനസ്സറിഞ്ഞൊരു പാപം പറ്റാതെ ജീവിക്കും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി കർത്താവെ ഞങ്ങൾ ഇരിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ. എൻ്റെ കൃപ നിനക്ക് മതി എന്നരുളി ചെയ്ത നല്ലവനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം.